നമസ്കാരം. ഇന്ത്യയിലെ മൂന്നാമത്തെ വലിയ ടെലികോം കമ്പനിയായ വോഡാഫോൺ ഐഡിയ തങ്ങളുടെ വരിക്കാർക്കായി പുതിയ 2 പ്രീപെയ്ഡ് പ്ലാനുകൾ അവതരിപ്പിച്ചിരിക്കുകയാണ്. കുറഞ്ഞ ചെലവിൽ വാലിഡിറ്റി നിലനിർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് പരിഗണിക്കാനായി 150 രൂപയിൽ താഴെ വിലയിലാണ് ഈ പുതിയ പ്ലാനുകൾ എത്തിയിട്ടുള്ളത്. തിരഞ്ഞെടുത്ത സർക്കിളുകളിലെ ഉപയോക്താക്കൾക്ക് മാത്രമാണ് ഈ പ്ലാനുകൾ ലഭിക്കുന്നത്. ഈ പുതിയ VI പ്ലാനുകളും വില 128 രൂപ, 138 രൂപ എന്നിങ്ങനെയാണ്. ഈ പ്ലാനുകൾ ലഭ്യമാകുന്ന സ്ഥലങ്ങളിൽ കേരളവുമുണ്ട്. താങ്ങാനാകുന്ന വിലയിൽ റീചാർജ് പ്ലാൻ തേടുന്ന VI വരിക്കാർക്ക് ഇവ ഉപകാരപ്പെട്ടേക്കാം. വോഡാഫോൺ ഐഡിയയുടെ 128 രൂപ പ്ലാൻ നോക്കാം. ഈ പ്ലാനിൽ 18 ദിവസത്തെ സർവീസ് വാലിഡിറ്റിയാണ് എത്തുന്നത്. ഇതിൽ 100 GB ഡാറ്റ സെക്കൻഡിന് 2.5 പൈസ നിരക്കിൽ പ്രാദേശിക അല്ലെങ്കിൽ ദേശീയ കോളുകളും ലഭിക്കുന്നുണ്ട്. കൂടാതെ 10 പ്രാദേശിക ഓൺ നെറ്റ് നൈറ്റ് മിനിറ്റുകളുമുണ്ട്. ഈ നൈറ്റ് മിനിറ്റ് രാത്രി 11 മുതൽ 6 മണി വരെയാണ്. ഈ പ്ലാനിനൊപ്പം SMS ആനുകൂല്യം ഉൾപ്പെടുത്തിയിട്ടില്ല. വോഡാഫോൺ ഐഡിയയുടെ 138 രൂപ പ്ലാൻ നോക്കാം. 138 രൂപയുടെ പ്ലാനിൽ 20 ദിവസത്തെ സർവീസ് വാലിഡിറ്റിയാണ് ഉള്ളത്. ഈ പ്ലാനിൽ 100 MB ഡാറ്റ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. കൂടാതെ ഉപയോക്താക്കൾക്കായി 10 ലോക്കൽ ഓൺനെറ്റ് നൈറ്റ് മിനിറ്റുകളും സെക്കൻഡിന് 2.5 പൈസ നിരക്കിൽ പ്രാദേശിക അല്ലെങ്കിൽ ദേശീയ കോളുകളും ലഭിക്കുന്നുണ്ട്. ഔട്ട് ഗോയിങ് SMS ആനുകൂല്യമില്ല. രാത്രി 11 മുതൽ രാവിലെ 6 മണി വരെ നൈറ്റ് മിനിറ്റ്സ് ലഭ്യമാണ്. ഈ 2 പ്ലാനുകളും കുറഞ്ഞ നിരക്കിൽ തങ്ങളുടെ സിം വാലിഡിറ്റി നിലനിർത്താനായി ഉപയോക്താക്കൾക്ക് ഉപയോഗിക്കാനാകും. കേരള സർക്കിളിൽ ഈ 2 പുതിയ VI പ്ലാനുകളും ലഭ്യമാണ്. എന്നാൽ ഈ പ്ലാൻ എത്രത്തോളം ഉപകാരപ്പെടുമെന്ന് വിലയിരുത്തേണ്ടത് ഉപയോക്താക്കളാണ്. കാരണം കുറഞ്ഞ വിലയിൽ എത്തുന്നു എന്നതുപോലെ ഇതിലെ ആനുകൂല്യങ്ങളും കുറവാണ്. ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ ഉപയോക്താക്കൾക്കായി SMS-ഉം വോയിസ് മാത്രം അടങ്ങുന്ന സ്പെഷ്യൽ താരിഫ് വൗച്ചറുകൾ കൊണ്ടുവരാൻ കഴിഞ്ഞ ദിവസം ടെലികോം കമ്പനികളോട് ആവശ്യപ്പെട്ടിരുന്നു. 2025 ജനുവരി 2ാം പകുതിയിൽ ഈ ഉത്തരവ് പ്രാബല്യത്തിൽ വരും. ഇതോടെ ഡാറ്റ വേണ്ടാത്തവർക്കായി പുതിയ പ്ലാനുകൾ അവതരിപ്പിക്കാൻ ടെലികോം കമ്പനികൾ നിർബന്ധിതരായിരിക്കുകയാണ്. നിലവിൽ സ്വകാര്യ കമ്പനികളുടെ എല്ലാ പ്ലാനുകളും ചെറിയ അളവിലെങ്കിലും ഡാറ്റ ഉൾപ്പെടുത്തിയാണ് എത്തുന്നത്. റീചാർജ് പ്ലാനുകളുടെ നിരക്കിൽ പ്രധാനമായും ചിലവ് കൂടുന്നത് ഡാറ്റയുടെ അളവ് അനുസരിച്ചാണ്. എന്നാൽ എല്ലാ ഉപയോക്താക്കളും ഡാറ്റ ഉപയോഗിക്കുന്നവരല്ല. ഫീച്ചർ ഫോൺ ഉപയോക്താക്കളും മറ്റും ഡാറ്റ ഉപയോഗിക്കാറില്ല. എന്നാൽ വാലിഡിറ്റി നിലനിർത്താനായി ഫീച്ചർ ഫോൺ ഉപയോഗിക്കുന്നവർ ഉൾപ്പെടെ ഈ ഡാറ്റ സഹിതമുള്ള റീചാർജ് പ്ലാനുകൾ ഉപയോഗിക്കുകയും ഉപയോഗിക്കാത്ത ഡാറ്റയ്ക്കും ചേർത്ത് പണം നൽകുകയും ചെയ്യേണ്ടി വരുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് വോയിസ് SMS ഓൺലി റീചാർജ് പ്ലാനുകൾ എല്ലാ ടെലികോം കമ്പനികളും നിർബന്ധമായും അവതരിപ്പിക്കണമെന്ന് ട്രായ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. ട്രായുടെ ഈ പുതിയ ഉത്തരവ് BSNL-നെ സംബന്ധിച്ചിടത്തോളം നിസ്സാരമാണ്. എന്നാൽ സ്വകാര്യ ടെലികോം കമ്പനികളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു തിരിച്ചടിയാണ്. ജൂലൈയിൽ നിരക്ക് വർദ്ധിപ്പിച്ചതിനെ തുടർന്ന് ഉയർന്ന നിരക്കിലാണ് സ്വകാര്യ കമ്പനികളുടെ വരിക്കാർ വാലിഡിറ്റി നിലനിർത്തിയിരുന്നത്. ട്രായുടെ ഉത്തരവ് പ്രകാരം കുറഞ്ഞ നിരക്കിൽ അവർക്ക് വാലിഡിറ്റി നിലനിർത്താനുള്ള പ്ലാനുകൾ ലഭ്യമാകും. ഇത് സ്വകാര്യ കമ്പനികളുടെ വരുമാനത്തെ വരെ ബാധിച്ചേക്കാം.